ചെറിയ കുട്ടികളുള്ള അച്ഛന്മാരും അമ്മമാരും നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ എപ്പോഴും കാണാറില്ലേ, പഴം തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു, മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി, കളിപ്പാട്ടം തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ. അപ്പോൾ ഇത്തരം എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യമേ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിവുണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എനിക്ക് എന്റെ കുഞ്ഞിനെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചത്. തൊണ്ടയിൽ കുടുങ്ങിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് നമ്മള് മടിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കിടത്താം, കമഴ്ത്തി കിടത്താം. തല താഴേക്ക് വരുന്ന രീതിയിലാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടാണ് വെക്കേണ്ടത്. പിന്നെ നമ്മുടെ കൈ രണ്ടും ഇതുപോലെ കവിളിൽ വെച്ചിട്ട് 5 പ്രാവശ്യം നന്നായിട്ട് ഫോഴ്സ് കൊടുക്കുക. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഷോൾഡർ ബ്ലേഡുകളുടെ ഇടയിലുള്ള ഈ ഭാഗത്താണ് കൊടുക്കേണ്ടത്. 1 2 3 4 5. ഇനി മലർത്തി കിടത്തിയിട്ടും ഇതുപോലെ 5 പ്രാവശ്യം തട്ടിക്കൊടുക്കണം. മലർത്തി കിടത്തിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുട്ടികളുടെ ഈ 2 നിപ്പിളില്ലേ, ഈ നിപ്പിളിന്റെ ആ ലൈനിലെ സെന്ററിലെ ഭാഗമില്ലേ, അതിന് കുറച്ച് താഴെയായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. അല്ലാതെ വയറിലോ ഒന്നുമല്ല ഇത് ചെയ്യേണ്ടത്. നന്ന ചെറിയ കുട്ടികൾ, ന്യൂ ബോൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കയ്യിൽ മാത്രം അതുപോലെ വെച്ചാൽ മതിയാവും. മടിയിൽ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ന്യൂ ബോൺസ് ഒക്കെ ആണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഈ 2 വിരൽ മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുത്താൽ മതിയാവും. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. ഉള്ളിലേക്ക് പോയ സാധനം പുറത്തേക്ക് വീഴുന്നത് വരെയാണ് നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കേണ്ടത്. പിന്നെ ഇങ്ങനെ കിടത്തുമ്പോൾ നമ്മൾ തല ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെരിച്ചു വെക്കണം. കാരണം ഇത് പുറത്തേക്ക് വന്നിട്ട് വായിൽ കിടക്കുന്നുണ്ടോന്ന് നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ചെരിച്ച് വെച്ചിട്ട് നമ്മളത് ചെക്ക് ചെയ്യണം, സാധനം വായിൽ വന്ന് കിടക്കുന്നുണ്ടോന്ന്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്യണം. ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾ അതുപോലെ മുതിർന്നവർക്കൊക്കെ വേറെ മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ വേഴ്സ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ട് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ധാരാളം വീഡിയോസ് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെയോ ക്വാളിഫൈഡ് മെഡിക്കൽ ഓഫീസേഴ്സിന്റെയോ വീഡിയോസ് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബേസിക് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള CPR, ആർട്ടിഫിഷ്യൽ ബ്രെത്ത് കൊടുക്കാനും പഠിച്ചു വെക്കണം. നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകുന്ന പാരന്റ്സ് ആണെങ്കിൽ ബേബി സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ആയമാർക്കായാലും ഗ്രാൻഡ് പാരന്റ്സിനായാലും ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും.